ഗൂഗിളിൻ്റെ ജെമിനി സ്പാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മൾട്ടി സ്റ്റെപ്പ് ടാസ്കുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു AI ഏജൻ്റാണ്. അതായത് ഒരു ടാസ്ക് കൊടുത്ത ശേഷം നമ്മളൊരു ഡിവൈസ്, നമ്മുടെ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒക്കെ നമ്മൾ മാറ്റി വെച്ചാലും സപ്പോർട്ടഡ് ടാസ്ക് ഗൂഗിളിൻ്റെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ തുടർന്ന് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഗൂഗിൾ പ്രധാനമായിട്ടും 3 കൺസെപ്റ്റ്സ് ഉപയോഗിച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ടാസ്ക് ആണ്. ടാസ്ക് എന്നാൽ നമുക്ക് എന്താണ് ഔട്ട്കം വേണ്ടത് എന്ന് നമ്മൾ പറയുന്നു, അതായത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഗൂഗിൾ പറയുന്ന അനുസരിച്ച് ടാസ്കിന് ഒരേ സമയം ഒന്നിലധികം ടാസ്ക്സ് റൺ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിലൊക്കെ 15 ടാസ്ക്സ് വരെ കൺകറൻ്റ് ആയിട്ട് സ്പാർക്കിന് റണ്ണ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. സ്പാർക്കിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കില്ലാണ്. അതായത് റീയൂസബിൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ സ്പാർക്കിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് ഓരോ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അതൊരു സ്കില്ലായിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഫ്യൂച്ചർ ടാസ്കിൽ സ്പാർക്ക് എന്ത് ചെയ്തോളും, അതേ പ്രിഫറൻസസ് ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ നമുക്ക് സ്കിൽസ് കൊടുക്കാനായിട്ട് പറ്റും. മൂന്നാമത്തേത് ഫീച്ചർ എന്ന് പറയുന്നത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു ടാസ്ക് റൺ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പല ട്രിഗർ പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ടൈം ബേസ്ഡ് ആണ്. ആസ് യൂഷ്വൽ നമ്മൾക്ക് ടാസ്കിൻ്റെ ആ ഒരു ഡേയ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ വീക്ക് വെച്ചിട്ട് മന്ത് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജെമിനി സ്പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് ജിമെയിൽ ട്രിഗേർഡ് ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഇമെയിൽ ലഭിക്കുമ്പോൾ ഒരു ടാസ്ക് റൺ ചെയ്യാം, അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചേഞ്ചിങ് കണ്ടീഷൻസ് പീരിയോഡിക്കലി ചെക്ക് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് മാത്രം ഒരു അലേർട്ട് പോവുക. അപ്പം ചുരുക്കത്തിൽ നമുക്ക് ടാസ്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സ്കിൽ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം, ഷെഡ്യൂൾ എപ്പോൾ ചെയ്യണം, ഈ മൂന്നും കമ്പൈൻ ചെയ്യുമ്പോഴാണ് സ്പാർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണൽ ഏജൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ജെമിനിയുടെ സ്പാർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൻ്റെ ജെമിനി ആപ്ലിക്കേഷനിൽ വരിക. ജെമിനി ആപ്പിൽ വന്നു കഴിയുന്ന സമയത്ത് ഇവിടെ നമ്മൾക്കിപ്പോൾ 2 ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും, ചാറ്റ് അതുപോലെ തന്നെ സ്പാർക്ക് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഒന്ന് നമ്മൾ ടോഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്പാർക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്പാർക്കിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്.